നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. ഇനി എത്രത്തോളം ഉയരത്തിൽ ഉയർന്നു പറന്നു പോയാലും അതിനെ കൃത്യമായി കണ്ടെത്തി താഴെ ഇറക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഒരു സന്ദേശമാണ് ഇന്ത്യൻ സേന ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ പാകിസ്ഥാന് നൽകിയത്. എന്നാൽ അതിൽ കനത്ത നഷ്ടം നേരിടേണ്ടി വന്ന ചൈനയും തുർക്കിയും അതിൻ്റെ യഥാർത്ഥ ചിത്രമാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ വിജയ് ദിവസ് ആഘോഷങ്ങൾക്കിടയിൽ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പങ്കെടുത്ത ചടങ്ങിൽ ചൂണ്ടിക്കാട്ടിയത്. അതായത് സൈനിക നടപടിക്കിടയിൽ പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ തൊടുത്തുവിട്ട ആ ഡ്രോൺ അത് വെടിവെച്ചിട്ടു. അത് തുർക്കി നിർമ്മിത ഡ്രോൺ ആയിരുന്നു എന്ന കാര്യം അന്നേ സ്ഥിരീകരിച്ചതായിരുന്നു. ഒന്നല്ല, ഒന്നിലധികം ഏകദേശം 300ഓളം ഡ്രോണുകളായിരുന്നു ഇന്ത്യൻ ഭൂപ്രദേശത്തെയും സൈനിക താവളങ്ങളെയും ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തത്. ആ ഡ്രോണിൻ്റെ പ്രദർശനം കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യൻ സേന പരസ്യമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഉപേന്ദ്ര ദ്വിവേദി പങ്കെടുത്ത ചടങ്ങിലാണ് ഈ തകർന്ന ഡ്രോണിൻ്റെ ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു ഇന്ത്യയുടെ സൈനിക നടപടി. ആ സൈനിക നീക്കത്തിനിടയിൽ പാകിസ്ഥാൻ ഉപയോഗിച്ച ഇഹ-3 എന്ന സായുധ ഡ്രോണാണ് ഇന്ത്യൻ സേന ചൂണ്ടിക്കാട്ടിയത്. ഏറെ അത്യാധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഡ്രോൺ മറ്റ് രാജ്യങ്ങളുടെ വ്യോമപാതകൾ കടന്ന് അതിശക്തമായ ആക്രമണം പ്രഹരമേൽപ്പിക്കുന്ന ഒരു കരുത്തൻ കൂടിയാണ്. പക്ഷേ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ മികവ് തന്നെയാണ് അതിനെ നേരത്തെ കൂട്ടി കൃത്യമായി ട്രാക്ക് ചെയ്ത് ആക്യുറേറ്റായ ആക്രമണം നടത്തി തകർത്തത്. പാകിസ്ഥാന്റെ സൈനിക നീക്കങ്ങളിൽ തുർക്കി നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയുടെ ആയുധ സഹായത്തിൻ്റെ തെളിവ് തന്നെയാണ് ഈ ഡ്രോണിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മെയ് 10-ാം തീയതി ആയിരുന്നു ഈ ഡ്രോണിനെ ഇന്ത്യൻ വ്യോമസേന വെടിവെച്ചിട്ടത്, അതും സസൂക്ഷ്മതയോടുകൂടി. ഏകദേശം 2000 മീറ്റർ ഉയരത്തിൽ പറന്നെടുക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഡ്രോണിനെ കൃത്യമായി ഇന്ത്യയുടെ പ്രതിരോധ സേനയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ റഡാറുകൾ കൃത്യമായി ട്രാക്ക് ചെയ്തത്. ലാഹോർ വിമാനത്താവളത്തിന് സമീപത്ത് നിന്നാണ് ഈ ഡ്രോണിൻ്റെ വിക്ഷേപണം നടത്തിയത്. ഡ്രോൺ ലക്ഷ്യമിട്ടതാകട്ടെ ഇന്ത്യയിൽ പഞ്ചാബിലെ ഹോഷിയാർപൂരിലുള്ള ഇന്ത്യൻ വ്യോമസേനാ താവളവും. കാരണം പാകിസ്ഥാനുമായി ഒരാക്രമണം ഉണ്ടായാൽ ഈ പഞ്ചാബിലെ വ്യോമത്താവളത്തിൽ നിന്നായിരുന്നു പൊടുന്നനെ വിമാനങ്ങൾ പറന്നു പോകുന്നത്. അത് തകർക്കുക എന്ന ലക്ഷ്യം ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു ഇത് ജലന്ധർ ഭാഗത്തേക്ക് നീങ്ങിയത്. ഏകദേശം 10 കിലോ സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഈ ഡ്രോൺ ലക്ഷ്യസ്ഥാനത്ത് ഇടിച്ചിറങ്ങി പൊട്ടിത്തെറിക്കുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കാമിക്കാസെ വിഭാഗത്തിൽപ്പെടുന്ന ഡ്രോണുകൾ കൂടിയാണ് ഇവ. 2 മീറ്റർ വിങ് സ്പാനും 170 cc എഞ്ചിനുമാണ് ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. പാകിസ്ഥാൻ ഒട്ടനവധി ഇഹ-3 ഡ്രോണുകൾ ഇന്ത്യൻ സൈനിക സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ അതിശക്തമായ കൗണ്ടർ അറ്റാക്ക് ഡ്രോൺ സംവിധാനങ്ങളുടെ കാര്യക്ഷമത കൃത്യമായി അളന്ന് അതിനെ നിർജ്ജീവമാക്കുന്ന എയർ ഡിഫൻസ് യൂണിറ്റുകൾ ഇതിനെ പൂർണ്ണമായി തകർത്തിരുന്നു. തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യക്ഷമത കൂടിയാണ് ഇന്ത്യ അന്ന് തെളിയിച്ചത്, ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുത്തത്. 1971 യുദ്ധവിജയത്തിന്റെ ഓർമ്മയ്ക്കായി ഡിസംബർ 16 രാജ്യം വിജയ് ദിവസ് ആചരിക്കുന്ന വേളയിൽ കൂടിയായിരുന്നു പാകിസ്ഥാനെതിരെ ഇന്ത്യ നേടിയെടുത്ത ഈ നേട്ടത്തെക്കുറിച്ച് തുറന്നു പറയുന്നത്. അതിൻ്റെ ചിത്രങ്ങൾ ഇന്ന് പാകിസ്ഥാന് ഉറക്കമില്ലാ രാത്രികൾ സമ്മാനിക്കുകയാണ്.